കേരളത്തിന്റെ ആരോഗ്യ മേഖല എത്രത്തോളം നമ്പർ 1 ആണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ മൂലം സാധാരണക്കാരുടെ ജീവൻ പൊലിയുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 37 വയസ്സുള്ള ബിഷ്മിർ എന്ന യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥത വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഒരു മനുഷ്യനെ കൊന്നതിന് തുല്യമാണ് ഈ അനാസ്ഥയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ സംഘടനകൾ തെരുവിൽ വലിയ പ്രതിഷേധത്തിലാണ്. വിളപ്പിൽശാല സ്വദേശിയായ ബിഷ്മിറിനെ ഹൃദ്രോഗബാധയെ തുടർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ അവിടെ എത്തിയ നിമിഷം മുതൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭയാനകമായ അനാസ്ഥയും ചികിത്സ നൽകുന്നതിലെ കാലതാമസവുമാണ് ആ യുവാവിന്റെ ജീവൻ കവർന്നെടുത്തതെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക ശുശ്രൂഷ പോലും സമയത്തിന് നൽകാൻ ആശുപത്രി അധികൃതർക്ക് കഴിയാതെ പോയതോടെ ഒരു കുടുംബം മുഴുവൻ അനാഥമായിരിക്കുകയാണ്. ഈ സംഭവം പുറത്തു വന്നതോടെ വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിനാണ് വിളപ്പിൽശാല സാക്ഷ്യം വഹിക്കുന്നത്. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ആശുപത്രിയിലേക്ക് ഇരച്ചെത്തുകയും പോലീസുമായി വലിയ തോതിലുള്ള വാഗ്വാദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ അണിനിരന്നത്. തങ്ങളുടെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിക്കുന്ന പ്രതിഷേധക്കാർ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ്. നാട്ടുകാർക്ക് അർഹമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലെന്നും ഇതിനുത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടനടി രാജിവെക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഇതിനു പിന്നിലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ആരോഗ്യ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്ന സർക്കാർ സത്യത്തിൽ ജനങ്ങളെ പട്ടികളെ പോലെയാണ് കാണുന്നതെന്ന് പ്രതിഷേധക്കാർ ആഞ്ഞടിക്കുന്നു. ഹൃദ്രോഗം പോലെ അടിയന്തര ചികിത്സ വേണ്ട കാര്യങ്ങളിൽ പോലും ഇത്ര വലിയ വീഴ്ച സംഭവിച്ചത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ബിഷ്മിറിന്റെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് ഒത്തുതീർക്കാൻ അനുവദിക്കില്ലെന്നും അനാസ്ഥ കാണിച്ച ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ്.